ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ഡൗവി ഡിലൈറ്റ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ബട്ടർ ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. വായിലോട്ടൊക്കെ ഇട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1.5 കിലോ ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു 9 മുട്ടയാണ് കേട്ടോ. ഈ ഒരു 1.5 കിലോയ്ക്ക് വേണ്ടിയിട്ട് 9 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാരയാണ്, അതൊരു 3 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അതൊരു 2.25 കപ്പാണ് മൈദ എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഒരു 3/4 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്, നമ്മൾ ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്, മെല്ലോയുടെ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അത് 600 ഗ്രാമാണ് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തേക്കുന്നത്. അതേപോലെ ബട്ടർ 350 ഗ്രാമാണ് കേട്ടോ. ബട്ടർ എന്ന് പറയുന്നത് അൺസോൾട്ടഡ് ബട്ടർ തന്നെ വേണം. ഏത് ബട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ അൺസോൾട്ടഡ് ആയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഓവനിൽ, അതായത് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് വെക്കുമ്പോൾ തന്നെ നല്ല മെൽറ്റായിട്ട് വരും കേട്ടോ. ഒരു ചെറിയ കട്ട പോലും ഇല്ലാതെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. മൈക്രോവേവ് ഇല്ലാത്തവർ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കണം കേട്ടോ. അപ്പോൾ മെൽറ്റാക്കിയതിന് ശേഷം ഇനി നമുക്ക് വേറൊരു നല്ല ക്ലീൻ ബൗൾ എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 9 മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബീറ്റർ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ബീറ്റർ യൂസ് ചെയ്യുന്നതിലും തെറ്റൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ വിസ്കാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മീഡിയം സ്പീഡിൽ മാത്രം ഇടുക. അതായത് ഒരു 3 ഒക്കെ ഉണ്ടല്ലോ സ്പീഡ്, 3 to 4 ഒക്കെയാണ്. എൻ്റെ 6 സ്പീഡാണ്. അപ്പം നമ്മൾ 3 or 4 ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഹൈ സ്പീഡ് ഇട്ട് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 അടപ്പ് വാനില എസൻസ് ആണ് കേട്ടോ. അതായത് ഒരു 1/2 ടീസ്പൂണൊക്കെ വരുമെന്ന് തോന്നുന്നു ഒരു അടപ്പ്. ആ ഒരു അടപ്പ് കണക്കാണ് എനിക്കറിയുന്നത് കേട്ടോ. അപ്പോൾ ആ 2 അടപ്പ് വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, അത് കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ നമ്മൾ ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് ഒന്ന് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് പഞ്ചസാരയായിട്ട് പെട്ടെന്ന് അലിയും. എങ്കിലും ഒരു ചെറിയ ഒരു കുരുപ്പനകത്ത് കാണും കേട്ടോ. ആ ഒരു സംഭവത്തിനകത്ത് കാണും. അപ്പോൾ അതെല്ലാം ഒന്ന് മെൽറ്റായി ഫുള്ളി മെൽറ്റാവുന്നവരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ നല്ലതായിട്ട് കമ്പൈൻഡ് ആയതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റും ബട്ടറും നമ്മളൊന്ന് മൈക്രോവേവ് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതും കൂടെ ഈ ഒരു മിക്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ എല്ലാം ഒന്ന് കമ്പൈൻഡ് ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറും മൈദയും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 2 പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. പിന്നെ നമ്മളിത് അരിച്ച് മാറ്റാനുള്ളൊരു ടൈമൊന്നും ആ ഒരു സമയത്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ ഇതിനൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് അരിപ്പിലോട്ടിട്ട് നല്ലതായിട്ട് അരിച്ച് ഒരു കുറച്ചായിട്ട് അരിച്ച് ഇതേപോലെ ഒന്ന് കമ്പൈൻഡ് ആക്കി എടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരിക്കരുത് കേട്ടോ. അപ്പോഴത്തേക്കും കട്ട കിട്ടും. പിന്നെ ആ കട്ട നമ്മൾ ഡിസോൾവ് ആവണമെങ്കിൽ കുറേ നേരം എടുക്കും. അതുകൊണ്ട് കുറച്ചായിട്ടൊന്ന് ഇങ്ങനെ സീവ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം കമ്പൈൻഡ് ആയതിനു ശേഷം നമ്മൾ ബട്ടർ തേച്ച് വെച്ചിട്ട് ആ ഒരു പാനിലേക്ക് നമ്മളിതാ ഈ ഒരു ബാറ്റർ ഒഴിക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ആക്കിയായിരുന്നു വേണ്ടത്. ഇതൊരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ് കേട്ടോ. 8 ഇഞ്ചിൻ്റെയും പിന്നെ ഒരു 12 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രേയിൽ ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പർ 4 സൈഡിലും ഫുള്ളായിട്ട് താഴെയും സൈഡിലും എല്ലാം കവർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ ബ്രൗണി ഇളകി വരാൻ നല്ല പാടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ബട്ടറൊക്കെ തേച്ച് ഗ്രീസ് ചെയ്ത് അതിനകത്തോട്ടാണ് നമ്മളിതാ ഈ ഒരു ബാറ്റർ ഒഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പം ചെറുതായിട്ട് നമുക്ക് കടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ചോക്ലേറ്റ് കിട്ടും. അപ്പം കുറച്ചും കൂടെ ചോക്ലേറ്റൊക്കെ വേണ്ടവർക്ക് അതെനിക്ക് ചെറിയ ചോക്ലേറ്റ് ചിപ്സോ ചെറിയ ചോക്ലേറ്റ്സിൻ്റെ ക്യൂബ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ചിലർ നട്ട്സ് ആഡ് ചെയ്യുന്നവരുണ്ട്. നട്ട്സും ഒക്കെ ആഡ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. പ്ലെയിൻ ആയിട്ട് വേണ്ടവർ ഇതേപോലെ പ്ലെയിൻ ആക്കിയും ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാനായിട്ടാണ് കേട്ടോ. നമ്മൾ ഷോപ്പിലേക്ക് വെക്കാനും
ഓർഡറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 സ്ക്വയർ പാനിലാണ് ചെയ്തത്. ഇത് 12 ഇഞ്ചും നേരത്തേത് 8 ഇഞ്ചുമാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ 160 ഡിഗ്രിയിൽ 30 to 33 മിനിറ്റ്സ് ആണ് കേട്ടോ എനിക്ക് എടുക്കുന്നത്. എൻ്റെത് ഡെക്കോവനാണ്. അപ്പോൾ അതിനകത്ത് 30 to 33 മിനിറ്റ്സിൽ 160യിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തേക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഒക്കെ വെക്കേണ്ടി വരും. എനിക്ക് ഈ ഒരു ടൈമിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് പുറത്ത് തൊടുമ്പോൾ ആ ക്രാക്സ് വീഴും, ആ ബ്രൗണിയുടെ ക്രാക്സും വീഴും കേട്ടോ തൊടുമ്പോഴത്തേക്ക്. അപ്പോൾ എന്താണ്ട് അതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് ഇത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 9 പീസാക്കിയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഒരു 1/2 kg ആണ് വരുന്നത്. ബാക്കി 1 kg ആണ് ഞാൻ മറ്റേ 12 ഇഞ്ചിൽ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളെ ബ്രൗണി കുട്ടൻ്റെ ഇൻസൈഡ് ഇതേപോലെയാണ് കേട്ടോ. നല്ല ജ്യൂസിയാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ആ ഒരു ചോക്ലേറ്റും ബട്ടറും ഒക്കെ ആയിട്ട് നമ്മളെ വായിലോട്ടങ്ങ് ഇടുമ്പോഴത്തേക്ക് അങ്ങ് അലിഞ്ഞു പോകുന്നൊക്കെ പറയത്തില്ല, അത്ര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതണക്ക് ഇതേ സോഫ്റ്റ്നെസ് ആണ് കേട്ടോ. ഇതിപ്പം നമ്മൾ പറയുന്ന കണക്ക് അങ്ങോട്ട് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പീസ് ഞാൻ ഉറപ്പായിട്ടും അതാക്കും. എന്ന് വെച്ചാൽ എനിക്ക് ആരും മണം സഹിച്ച് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ചോക്ലേറ്റ് കേക്കിൻ്റെ ഫാനൊന്നും അല്ല ഞാൻ, എങ്കിലും ബ്രൗണി എന്ന് വെച്ചാൽ ഞാൻ മരിക്കും. ഞാൻ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരും മരിക്കും കേട്ടോ. അത്ര ടേസ്റ്റുമാണ്, ഭയങ്കര മണമാണ്. ഇതങ്ങോട്ട് ബേക്ക് ചെയ്ത് ഇറക്കുമ്പോൾ തന്നെ അയൽവാസികളെല്ലാവരും അറിയും ഇവിടെ ബ്രൗണി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു 12 ഇഞ്ച് ട്രേ ഉണ്ടല്ലോ, അതും കൂടെ നമ്മളൊന്ന് കട്ട് പീസാക്കുക. ഇതെന്ന് പറയുന്നത് എൻ്റെ മോനൊക്കെ ടൂറ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം മോനും ബ്രദറിൻ്റെ മോനും ഒക്കെ ഒരുമിച്ചാണ് പോണേ. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് പീസസും അതേപോലെ ഷോപ്പിലേക്ക് കുറച്ച് പീസസ് ഉണ്ട്, അതേപോലെ ഓർഡേഴ്സും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പം ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏതാണ്ട് ഇതിൻ്റെ ഇൻസൈഡ് എന്താ കണ്ടില്ലേ, അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ബ്രൗണിയാണ്. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ സിമ്പിളാണ്. കേൾക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ ടിഫിൻ ബോക്സ് നിറച്ച് ബ്രൗണി പാക്ക് ചെയ്ത് കൊടുത്തിട്ട്, അതേപോലെ തന്നെ ബ്രദറിൻ്റെ മോനും ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സാണ്. അപ്പോൾ അവനും വേണ്ടിയിട്ട് കുറേ ബ്രൗണീസൊക്കെ. അപ്പോൾ അവനൊരു ഭയങ്കര ബ്രൗണി ലവറാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കും, അമ്മേ ബ്രൗണി ഉണ്ടോ. രണ്ടുപേരും ഇത് കണക്ക്. അപ്പോൾ രണ്ടുപേർക്കും ഇനി ടിഫിൻ നിറച്ച് ബ്രൗണിയാണ്. അപ്പോൾ ഇനി ഞാൻ ബ്രൗണി തിന്നോടെ മത്തടിച്ച് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ടിഫിൻ നിറച്ച് ഞാൻ ബ്രൗണി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണരുത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.